ജയശങ്കർ, അവിടെ ഈ മഴയുടെ കൂടെ കോന്നി കുളത്തുമണ്ണിൽ ജനവാസ മേഖലകളിൽ വീണ്ടും കാട്ടാനകൾ എത്തിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. വല്ലാത്ത കൃഷിനാശമൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. മഴയും വയ്യ, കാട്ടാന കാരണവും വയ്യ. ജയശങ്കർ, അശ്വി, പത്തനംതിട്ട ജില്ലയിൽ ഈ വേനൽക്കാലം മാറി മഴക്കാലം വന്നിട്ടും വലിയ തോതിൽ വന്യജീവി ആക്രമണം തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. ഈ കുളത്തുമൺ പ്രദേശത്ത് നിരന്തരമായി ഇത്തരത്തിൽ കാട്ടാൻ ഇറങ്ങും. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമാനമായ റിപ്പോർട്ട് നടത്തുകയാണ്. ഇന്നും സമാനമായ രീതിയിൽ പ്രദേശത്ത് കാട്ടാനെത്തുകയും വലിയ തോതിൽ വാഴ ഉൾപ്പെടെയുള്ള കൃഷികൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വനം വകുപ്പ് ആദ്യഘട്ടത്തിലൊക്കെ നൽകുന്ന വിശദീകരണം വേനൽക്കാലമാണ്, കാട്ടിൽ ഭക്ഷണമില്ല, അതുകൊണ്ടാണ് ആനകൾ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നതാണ്. എന്നാൽ ആ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൈത ചക്ക കൃഷിയും ആനകളെ വലിയ തോതിൽ ആകർഷിക്കുന്നു എന്നൊരു പഠന റിപ്പോർട്ട് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. എന്തായാലും വലിയ വന്യജീവി ശല്യമാണ് ജില്ലയിലുള്ളത്. കാരണം ഈ വൈകുന്നേരം 6 മണിക്ക് കഴിഞ്ഞാൽ ബൈക്കിലൊക്കെ പോകുന്ന ആളുകളെ ആന ഓടിക്കുകയും രാത്രി കൃഷിയിടത്തിൽ വന്ന് കൃഷി ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്യുന്ന അതിഗുരുതര ഒരു സാഹചര്യം ജില്ലയിലുണ്ട്. ഈ ഫെൻസിംഗ് ഉൾപ്പെടെ പൂർത്തീകരിച്ച് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കുമെന്ന് വനം വകുപ്പ് പറയുമ്പോഴും പക്ഷെ അത്തരമൊരു നടപടി വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായി ഉണ്ടാകുന്നില്ല. ഈ മഴക്കാലത്ത് മഴയുടെ കെടുതികളുണ്ട്. ഒപ്പം വന്യമൃഗങ്ങളെ കൂടി പേടിച്ച് കഴിയേണ്ട ഒരു സാഹചര്യം പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകളിൽ അത് രൂക്ഷമായ രീതിയിൽ തന്നെ ഉണ്ട്. അശ്വിനി, മുകളിൽ നിന്ന് മഴ, താഴെ നിന്ന് കാട്ടാന എന്നാണ് അവസ്ഥയെങ്കിൽ വല്ലാത്ത അവസ്ഥയാണത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കട്ടെ, അല്ലേ?